എന്ത് മനോഹരമായ ഒരു വീട് കണ്ടോ. വീടിൻ്റെ മുറ്റത്തൊരു നല്ല മനോഹരമായ ഒരു മരം. ഇത് 4 ചുറ്റും ട്രെയിലാണ് കേട്ടോ. കാട്ടിലേക്കുള്ള യാത്രയാണ്. അത് ബിയറല്ല. ജെറിനെ കാണാനില്ല. ഹായ്, വണക്കം വേർവകളെ. വെൽക്കം ടു മൈ ചാനൽ എ ഷോർട്ട് ബ്രേക്ക്. അവർ ചാനൽ അല്ലേ, മൈയല്ല, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെ ചാനലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ വൈകിട്ട് നമ്മളിതാ ഒരു തൊട്ടടുത്തൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു പാതയുണ്ട്. ആ പാതയിൽ കൂടെ നമ്മൾ നടക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളെ ഹൈക്കിങ്ങിനാണോ പോകുന്നത്, നമ്മൾ ട്രെയിനിലാണോ പോകുന്നത്? ട്രെയിലാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാടുണ്ടെങ്കിൽ നമ്മൾ കാട്ടിൽ കയറും. അപ്പൊ ട്രക്കിംഗ് കാടുണ്ട്. പക്ഷെ കാടിൽ കൂടെ ഈ മലയാണോ അതോ വല്ല കുന്നാണോ അതോ ചെറിയ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ബീച്ചിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറൊക്കെ ഉള്ള സ്ഥലമാണ് റോജ്. അപ്പോൾ എനിവേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ തൊട്ടടുത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ യാത്ര. അപ്പോൾ നമ്മൾ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ എല്ലാവർക്കും ജോലി അന്ന് ഇല്ലായിരുന്നു. നമ്മുടെ ചക്കരക്കുട്ടന് ജോലി ഉണ്ടായിരുന്നു, പെട്ടെന്ന് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. നമ്മളിന്ന് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്താണല്ലേ രാവിലെ. വൺ പ്ലാൻ ആയിരുന്നു. വൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മുസ്കോക്കോ. അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഇവളുടെ ഷിഫ്റ്റ് ക്യാൻസൽ ആയപ്പോ നമ്മൾ വീണ്ടും പ്ലാൻ ഇട്ടു. അപ്പം വിമല ഷിഫ്റ്റ് എടുത്തു 12 മണി വരെ. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പ്ലാൻ ഇട്ടു. അപ്പൊ അബിക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ പെട്ടെന്ന് ഇന്ന് രാവിലെ അബിയുടെ ഷിഫ്റ്റ് ക്യാൻസൽ ആയി. എല്ലാവരുടെയും ക്യാൻസൽ. വൻ പരിപാടി. കാര്യം എന്താ, നമ്മുടെ മനസ്സ് പോലെ തന്നെ നമ്മൾ പോണം അത്ര ആഗ്രഹിച്ചത് കൊണ്ടിട്ട്. അതെ അതെ, ദൈവം നമ്മളെ. പക്ഷേ വൈകിട്ട് 4 മണിയായി. പിന്നെ ഡെസ്റ്റിനേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി. ഇല്ല വൈകാണ്ട് തന്നെ ഒരു ദൂരയാത്ര ഉണ്ട്. ദൂരയാത്ര എന്തായാലും ഉണ്ട്. പക്ഷെ നമ്മളെ ദൂരം നമുക്കൊരു വിഷയമല്ല. നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മൾ മറ്റേ പൂന്തോട്ടമാക്കും. അതെ 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 ആണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളൊന്നും ചെയ്യത്തില്ല, എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ യാത്രകൾ കാണും. ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? അറ്റത്ത് ആ അപ്പുറത്തെ വശത്ത് ഒരാളിരുന്ന് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉറങ്ങുവാണ്. ഹലോ ഗായ്സ്, നിങ്ങളെന്താ ഫിഷിങ്ങിന് വന്നാണോ? ഫിഷിങ്ങിന് കാണാം, കൈക്ക്. കൊച്ചു പിള്ളേർ വരെ ഫിഷിങ് ചെയ്യും. പിള്ളേരൊക്കെ എന്ത് ഡീസൻ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് നിന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. കൊള്ളാമല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ എന്തുമാത്രം സ്പേസ് ഉണ്ട്, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? വെള്ളം മുഴുകാൻ വേണ്ടിയുള്ള കനാലിൽ അതിൻ്റെ
എന്താണമ്മോ? ഇത് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇത് അലീനയുടെ അതെ, എന്റെ ഡാഡി കുറച്ചുകൂടെ പറമ്പ് വാങ്ങിയിട്ടുണ്ട്. സ്ത്രീധനം കൊടുത്തതായിരുന്നു, കണ്ടില്ലായിരുന്നു അവര്. കല്യാണം കഴിഞ്ഞ സമയത്ത് കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ അതെ 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 അതെ. പിന്നെ ഇപ്പോഴാണ്, കഴിഞ്ഞ ദിവസമാണ് ഇപ്പോ പ്രമാണമൊക്കെ ആയി വന്നത്, കിട്ടിയത്, കൈ കിട്ടിയത്. അപ്പൊ അങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാം. ഇന്ന് രാത്രി ഇവരുടെ പാർട്ടിയാ. എവിടെയാ കൊണ്ടുപോകുന്നത്? നമ്മൾ പറയാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഡെസ്റ്റിനേഷൻ. ആ ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പോ റിച്ച് ആണല്ലോ, നാളെ വിൽക്കൂലോ. ആ ശരിയാ ശരിയാ. റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പോകട്ടെ ഇന്ന് രാത്രി. സെറ്റല്ലേ? തരയില്ല. കഴിഞ്ഞ വീക്കിൽ നമ്മളിവിടെ വന്നായിരുന്ന സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. അതിന് തൊട്ട് 2 ആഴ്ചക്ക് മുമ്പ് നമ്മൾ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല തിരയായിരുന്നു, ഇതുപോലെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് നമ്മളെ നാട്ടിലെ പോലത്തെ തിരയായിരുന്നു. ഭയങ്കര തിര, കാറ്റിന്റെ തിരയായിരുന്നു. അപ്പോൾ 10-30 വർഷമായിട്ട് കാനഡയിൽ താമസിക്കുന്ന അമ്മ, നമ്മുടെ ഹൗസ് ഓണർ അമ്മ വന്ന് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ കാനഡയിൽ ആദ്യമായിട്ടാണ് ഇത്രയും തിരയുള്ള ബീച്ച് കാണണേന്ന് പറഞ്ഞായിരുന്നു. അത് കാട്ടിക്കൊടുത്തത് മിസ്റ്റർ വിമൽ. എന്താ എന്തെങ്കിലും പറയണ്ട? അത് പ്രകൃതിയുടേതായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു. ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല, ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതെന്റെ കൂടെ അതിന് ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഗേൾഫ്രണ്ടുമായിട്ട് വന്ന സമയത്ത് ഞാൻ ഇതുവരെ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുവഴി ജസ്റ്റ് കറങ്ങും. പേരൊന്നും അറിയൂ? എന്റെ ഗേൾഫ്രണ്ട് പിന്നെ ഞാൻ വിശ്വസിക്കാനെ. ഞാൻ വെളിപ്പെടുത്തുള്ള. ഞാൻ വിശ്വസിക്കില്ല. ഇത് കൊള്ളാം, ചവിട്ടൊന്നും വേണ്ട, കാലിങ്ങനെ വെച്ചെടുത്ത. അതെ, ഇതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഗവൺമെന്റ് അനുവദിച്ചേക്കുന്നത്. ഇവിടെ മറ്റേ വാക്കറില്ലേ ഇവിടെ. നമ്മുടെ ഒരു ചേട്ടന്, അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു, ഇവിടെ വാക്കർ, ഇവിടെ കുഞ്ഞ് നടന്നു തുടങ്ങിയില്ല. അപ്പം ഇങ്ങനെ എന്താ സംഭവിച്ചത്, ഇവിടെ വാക്കർ അലൗഡ് അല്ല, ബാൻ ചെയ്തിരിക്കുക. അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കുട്ടികൾ ഈ പടിയിൽ കൂടെ ഒക്കെ അങ്ങനെ പെട്ടെന്ന് ഡേഞ്ചറായിട്ട് അങ്ങനെ വീഴിയ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കാണണം, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ്, സ്നേഹമുള്ള വൈഫൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നല്ല ഫോട്ടോസൊക്കെ നമ്മുടെ ഇതിനകത്ത് ഗാലറിക്കകത്തുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക, അതിന് നല്ലപോലെ ഒരു സബ് ടൈറ്റിലൊക്കെ കൊടുക്കുക, എന്തൊക്കെ ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ലേ? അതാണ് സ്നേഹമുള്ള ഹസ്ബൻഡിനെ ചെയ്തു കൊടുക്കാനുള്ളത്, അല്ലാതെ ഷൊന്നത്തരമല്ല കാണിക്കാനുള്ളത്. എനിക്ക് ഇത്തിരി സ്നേഹം കുറവാണ്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേറെ നല്ല പണി നോക്കി കിട്ടിയാൽ മതി. ശരി ശരി, ഓക്കെ. അടുത്ത ജന്മം എന്നുള്ളതൊന്നുമില്ല എനിക്ക് ഈ ജന്മത്തില്. അപ്പൊ ഇത് ഇനിയിപ്പോ ഒരു 2ാം ഘട്ടം ഞാൻ സമ്മതിക്കില്ല, സോറി. ഷൊണ്ണത്തരം പറയല്ലേ. എത്ര മനോഹരമായിട്ടുള്ള ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടെ കാര്യം ഗവൺമെന്റ് ചെയ്തങ്ങ് ഇട്ടേക്കുക. നിങ്ങൾ ആസ്വദിക്ക്, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇതാ ചെയ്തിട്ടേക്കതാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാ ചേരൊക്കെ ഉണ്ടോ, ഇതാ ഇവിടെ ബീച്ചിന്റെ സൈഡാണ്. പറഞ്ഞോ. ഈ ബീച്ചിൽ ശരിക്കും പറഞ്ഞാൽ 15 ട്രെയിൽ ഉണ്ട്. ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ട്രെയിലാണ്, അതായത് ഒരു വാക്കിംഗ് വേ. ഇവിടുന്ന് ഒരു സ്റ്റാർട്ട് പോയിന്റ് ഉണ്ട്, ഇവിടുന്ന് നേരെ ഈ ബീച്ചിന് ഈ ട്രെയിലിന് ഒരു പേരുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ്, അങ്ങനെ 15 ട്രെയിലുണ്ട്. അത് ചില ട്രെയിലിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 10 കിലോമീറ്ററാണ്. ഒരു ട്രെയിൽ തീർക്കാൻ 1 വേ 4 മണിക്കൂറൊക്കെ എടുക്കുന്ന ട്രെയിലുണ്ട്. അങ്ങനെ 15 ട്രെയിൽ, അതായത് വളരെ ഇതുപോലെ റോഡ് ഇട്ട് ടാർ ചെയ്ത് ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരൊറ്റ ബീച്ചിലാണ് 15 ട്രെയിൽ. കണ്ടോ സൈക്ലിംഗ്, എന്ത് അടിപൊളി അല്ലേ. ഇതുപോലെ നല്ല വെതറൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വീട്ടിലിരിക്കത്തൊന്നുമില്ല, ഇതുപോലെ
എവിടെയെങ്കിലുമൊക്കെ ആഫ്റ്റർനൂണോ അല്ലോ ഈവനിങ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി എവിടെയെങ്കിലുമൊക്കെ പോവുക, ഹാപ്പി എൻജോയ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നല്ല സ്ഥലമാണ്, എനിക്കിഷ്ടമാണ്. കുറച്ച് ദിവസം കൂടെ ഈ പൂക്കളൊക്കെ ഉള്ളൂ. പിന്നെ ഈ 6 മന്തൊക്കെ കഴിഞ്ഞ് ഈ 6 മന്തൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിൻ്ററൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാവങ്ങൾ കണ്ട നമ്മൾ ടാറ്റ പറയുക. പക്ഷെ അതെനിക്കൊരു അത്ഭുതമാണ്. അതായത് 6 മാസം ഇവര് ജീവനില്ലെങ്കിൽ കരിഞ്ഞു നിൽക്കും. പക്ഷെ ഈ 6 മാസം കഴിഞ്ഞ് ഒരു പുഷ്പമല്ല, അതായത് ഒരു രാത്രി കഴിഞ്ഞ് രാവിലെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കിളികൾ വരണം. അപ്പൊ നമുക്ക് അണ്ണാൻ വരും കിളികൾ. അപ്പൊ നമ്മൾ 6 മാസം ഇവരൊക്കെ എവിടെ പോയിരുന്നു? പെട്ടെന്നൊരു സുപ്രഭാതം എല്ലാരും കൂടി ഇറങ്ങി വരും. അതെ 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 അതെ. കാര്യം ഈ സ്നോ സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ ആലോചിക്കും ഇവരൊക്കെ എവിടെ, ഈ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുവാണെന്ന്. നമ്മുടെ അവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന സാധനത്തിന്റെ പേരെന്തോ? റക്കൂണ് നമ്മുടെ വീട്ടിൽ ഒരു 6-7 എണ്ണമെങ്കിലും ഉണ്ടാവും. നമ്മുടെ ഗാരേജിനകത്ത് കൂട് വെച്ചേക്കുക. അത് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ മരപ്പട്ടി ഉണ്ടല്ലോ, മരപ്പട്ടി അതുപോലെ സൗണ്ടാ. നിങ്ങൾ എന്തിനാ കാറിൽ പോയത്? ഹെഡ്സെറ്റോ? എവിടെ ഹെഡ്സെറ്റ്? എവിടെ കണ്ടോ? ഗാർബേജ് പിന്നൊക്കെ വെച്ച് നിൽക്കണ്ടോ? എന്ത് നീറ്റായിട്ടാ. അല്ല, നമുക്ക് കാണിക്കാലോ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ. നമ്മുടെ നാട്ടിലെ കാണിച്ചു എത്ര നീറ്റായിട്ട് വെച്ചേക്കുവാണ്. ആൾക്കാർ ഡിസിപ്ലിൻഡ് ആയിട്ട് സാധനങ്ങൾ കൊണ്ടിടുന്നു. ഇത് കണ്ട നമ്മൾ നടക്കുന്ന വാട്ടർ ഫ്രണ്ട് ട്രെയിൽ കണ്ടോ? നമ്മുടെ നടക്കുന്ന ട്രെയിലിന്റെ പേരാണ് വാട്ടർ ഫ്രണ്ട് ട്രെയിൽ. പട്ടികളുമായിട്ട് എന്ത് മനോഹരമായ ഒരു വീട് കണ്ടോ? വീടിന്റെ മുറ്റത്തൊരു നല്ല മനോഹരമായ ഒരു മരം. ഫോളിന്റെ സമയമായതിന്റെ ചിഹ്നമാണ്. മരത്തിന്റെ കളറൊക്കെ മാറിയത് കണ്ടോ? ബീച്ചിന്റെ സൈഡിലുള്ള വീടാണ്. ചിലപ്പോൾ ഇതൊക്കെ ഒരു വില്ല വല്ലതും ആയിരിക്കും, ചിലപ്പോൾ ഹോം സ്റ്റേ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. പുള്ളി സൈക്കിളൊക്കെ വണ്ടിക്കട്ടി ട്രെയില് കുന്നിന്റെ മുകളിലിടാം. ഏറ്റവും കുന്നിന്റെ മുകളിൽ പാറയുടെ. ചേട്ടൻ ഇന്നലെ രാത്രി എന്താ പറഞ്ഞത്? ബംഗ്ലാവ് ബംഗ്ലാവ് ബംഗ്ലാവ്. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവുകയാണ് ഗേസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി ശരിയല്ലാതെ നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ വേറെ സ്ഥലം പിടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ റൂട്ട് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് അപ്പം നിർത്തിയിട്ട് തിരിഞ്ഞു പോകണം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ ആയിരുന്നു. എന്റെ ഇതാ കണ്ടു. അതെ, നമ്മുടെ വഴി. അതെ, അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആ വഴി തെറ്റാണെന്ന് തോന്നി. പിന്നെ പിന്നെ ഞാൻ ഷോർട്ട് ബ്രേക്ക് ഇപ്പൊ ബ്രേക്ക് ആയാണ് ഇപ്പൊ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആ വഴി തെറ്റാണെന്ന് കരുതിയിട്ട് നമ്മൾ കറക്റ്റുള്ള വഴിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതാ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി കറക്റ്റാണെന്ന് നമുക്ക് ഇപ്പോൾ നിശ്ചയമായിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? എല്ലാം ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ കാനഡയിൽ പൊട്ടി വീണ് ജനിച്ചവരൊന്നും അല്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഇടുന്നു, നടക്കുന്നു. ആ വഴിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഇനി ആരോടെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ആ വഴിയല്ല, ഈ വഴിയാണ്. അപ്പോൾ അത് അവരുടെ വഴിയായിരിക്കും, അത് നമുക്കുള്ള വഴിയായിരിക്കില്ല. അപ്പം നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ പക്ഷെ എന്താ ഈ വഴി കൂടി വന്നുകൊണ്ട് നമ്മൾ കുറച്ച് നല്ല എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൂര്യൻ നമ്മളെ വളരെ നമ്മളെ നോക്കുന്നുണ്ട്. സൂര്യൻ നമ്മളെ നോക്കുന്നുണ്ട്. സൂര്യൻ നമ്മളെ വളരെ അടുത്താണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു പോസിറ്റീവ്, ഒരു കാറ്റ് തന്നെ കിട്ടുന്നുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റ്.
എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെ അവിടെ എത്ര ബീച്ചുണ്ട് ഈ ബീച്ചിന്. പക്ഷെ അവിടെ സ്ഥലത്തിന്റെ പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾ ആ കോവളം സൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. എന്ത് മാത്രം പൂവാറ് നാട്ടിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത സെറ്റാണ്. ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ഒരു ചേഞ്ച് കിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന് ഇരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. എന്താ പറയാ, അതാ ഒരു പുരുഷൻ കണ്ട ചെറുക്കൻ കേടാ. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടില് കണ്ണിന് കുളിർമയേക്കുന്ന ഒരുപാട് കാഴ്ചകളും ഉണ്ട് ഇവിടെ. അതുമല്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെയൊക്കെ യാത്രകളൊക്കെ ചെയ്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കുറേ നേരം സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞു. എത്ര മനോഹരമായ കാഴ്ചകൾ, എത്ര മനോഹരമായ കാഴ്ചകൾ. ഒന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടത്തെ എല്ലാ വഴികളും ഒരു ഹാൻഡിക്യാപ്ഡായിട്ട് വീൽ ചെയറിൽ വരുന്നവർക്ക് പോലും ആക്സസിബിൾ ആയിട്ട് ഉള്ള വഴികളാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു വയ്യാത്ത ഒരു സീനിയർ സിറ്റിസൺ വരെ ഒറ്റയ്ക്ക് പുള്ളിക്കാരനെ തന്നെ ബസ് കയറി വഴിയൊക്കെ വരാം. കാരണം എല്ലാ വഴികളും ആക്സസിബിൾ ആണ്. അങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതൊരു ഭയങ്കര കിടിലം കാര്യമാണ്. ഞങ്ങൾ തന്നെ ഇപ്പൊ എത്രയോ പേരല്ലേ, എന്തുമാത്രം അപ്പൂമാരും ഉണ്ടായിരുന്നു. അതെ 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 അതെ, ഉറപ്പായിട്ടും. അത് ഗവൺമെന്റ് അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ എൻജോയ് ചെയ്യാണ്. ചില ആൾക്കാർ ജോലിക്ക് പോകുന്നവരുണ്ട്, ചില ആൾക്കാർ ചിലരെന്നല്ല ഒരു 85% ആൾക്കാർ ജോലിക്ക് പോയി പണിയെടുക്കുന്നു. പക്ഷെ ജോലി അവർ വീക്കെൻഡ് ആകുമ്പോൾ ഇതുപോലെ അവര് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവര് വരുന്നു, എൻജോയ് ചെയ്യുന്നു, ചില്ല് ചെയ്യുന്നു. പക്ഷെ അതെ അതെ, പക്ഷെ നമ്മള് കാണുന്നതല്ലേ ഇപ്പോൾ ഈ ഫോറിനറായിട്ടുള്ള ആൾക്കാരും അവർ സിറ്റിസൺ പെൻഷൻ ആയവരൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അവർ ഇതുപോലുള്ള എൻജോയ്മെന്റ് അടിപൊളി ഇങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്ത് അവരെ അടിച്ചു പൊളിക്കും. മറ്റുള്ള നമ്മളെപ്പോലുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരാവട്ടെ, ശ്രീലങ്കൻസ്, അങ്ങനെ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇപ്പോഴും 55+ ഒക്കെ 70 വയസ്സായ 80 വയസ്സായിട്ടുള്ളവരൊക്കെ ഇപ്പോഴും ജോലിക്ക് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അതും ഒരു ജോലിയല്ല, 1-2 ജോലിക്കൊക്കെ പോകുന്നവരെ എനിക്കറിയാം. പിന്നെ അതല്ലാതെ ഇവിടെ അങ്ങനെ വലിയ ജോലി ചെറിയ ജോലി എന്നല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരിതുണ്ട്. സോ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ആർക്കും ഒരു കുറഞ്ഞൊരു കാര്യമല്ല. അതെ ഗേസ്, അതെ ഗേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളെ കണ്ട. എത്ര മനോഹരമായ കാഴ്ചകൾ, എത്ര മനോഹരമായ കാഴ്ചകൾ. ഒന്നും പറയാനില്ല. എൻ്റെ സുന്ദരന്മാരെ കാണിച്ചു തരാം. ഇതാ നിഴലുകൾ കണ്ടോ, നിഴൽ. അപ്പോൾ ഗേസ്, അപ്പോൾ നമ്മൾ പുതിയ ഒരു ട്രെയിനിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇത് ഈ നശിപ്പിക്കാൻ വേണ്ടിയല്ല വെച്ചിരിക്കുന്നത്, വേസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അലീന. ഇത് 4 ചുറ്റും ട്രെയിലാണ് കേട്ടോ. കാട്ടിലേക്കുള്ള യാത്രയാണ്. പുലിയൊക്കെ ഉണ്ട് ഇവിടെ. പുലിയൊക്കെ ഉണ്ട്, ഫോറസ്റ്റ് ആണ്. പുലി, പൂച്ച. ആഹാ, എത്ര മനോഹരമായ പുഴ. അരുവി പുഴയല്ല, അരുവി. കണ്ടാ ആ ചില്ലനെ ഇരിക്കും, ചില്ലൻ. അതാ അവിടെ ഫിഷിങ് ചെയ്യുന്ന കണ്ടോ. അത് ബിയറല്ല, അത് കണ്ടില്ല. അവിടെ ബാക്കിയൊക്കെ കണ്ടു, നശിപ്പിച്ച്. ഇവിടെ മണമുണ്ട് അല്ലേ? മണമില്ലേ? വരുന്നുണ്ട്. നല്ല കഞ്ചാവ് ചെടിയുടെ മണമല്ലേ? നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് നമുക്ക് പോകാനുള്ള വഴി. ഓ, എത്ര മനോഹരമായ കുന്നാണ്.
എന്ത് വരും? ഇതാണെങ്കിൽ പദം വരും. ഈ വഴി പോയാൽ അത്രയ്ക്ക് വരും. അടിപൊളി കേട്ടോ. ഇപ്പൊ തന്നെ ഒരു ചില്ലനൊരു കാറ്റടിക്കുന്നുണ്ട്. ചില്ലൻ നല്ല നല്ല അടിപൊളി ഇളം കാറ്റ്. അമ്മുവൊക്കെ മുകളിലെത്തിയിരിക്കുക. ഇതൊരു ഇരിപ്പിടമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എന്തോ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു മരം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയാൽ മതി. ഇവിടെ കുറേ മരങ്ങൾ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു. ഇത് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള മരങ്ങൾ. അങ്ങനെ നമ്മുടെ കാനഡ റോഡ്സ് പേരെന്താണ് ഇതിൻ്റെ? മാസ് ട്രെയിൽ. ഓക്കെ, മാസ് ട്രെയിലിലേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടിലേക്കുള്ള യാത്ര, അതിസാഹസികമായ യാത്ര അല്ലേ? വഴി വല്ലതും തെറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല. ഇവിടെ കിടന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ടോന്നുള്ളത് തന്നെ ഇനി നോക്കണം. ഇരുട്ടായ പ്രശ്നമാണ് കണ്ടാ. പക്ഷെ അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. പിന്നെ രാത്രി വല്ല കരടിയാ പുലിയോ വല്ല ഇറങ്ങും, അത്രേ ഉള്ളൂ. എന്ത് നീയല്ലേ എല്ലാരും മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞു. എവിടെ എന്നിട്ട് ജെറിനെ കാണാനില്ല. പുലി പിടിച്ചോ എന്തോ? അതാ ജെർണങ്ങളല്ല. അത് ജെറിനല്ല. ജെറിനെ പോലെ ഇരിക്കുന്ന വേറെ ഒരു കുരങ്ങനാ. നീ ശ്രദ്ധിക്കാതെന്ത്? നീ ശ്രദ്ധിക്കാതെന്ത്? ജെർണനെ വിളിച്ചു നോക്ക്, ഫോൺ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മളോ? ജർമ്മങ്ങൾ നമ്മുടെ ഫ്രണ്ട് അല്ലേ? നമുക്ക് എങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റും നിനക്ക്? ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഐസ് ക്യാപ്പ് വാങ്ങിച്ചെന്നില്ലേ? ഒരു കാര്യം ചെയ്യാം. അമ്മു നീ അങ്ങോട്ട് പോ. അപ്പൊ ഇവരെ കൂടെ വരാം. നമ്മളെല്ലാരും ആയില്ലേ? ഏത് വഴിക്ക് പോണം? ഇവിടെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ കാട്ടിനകത്തോട്ടൊക്കെ പോവാം നമുക്ക്. അമ്മ പെട്ടെന്ന് പറ. പെട്ടെന്ന് നീ ഫൈൻഡ് ചെയ്ത് നീ നോക്ക്. നീ പെട്ടെന്ന് ഓടി അങ്ങോട്ട് അടുക്ക നോക്ക്. ഓടിപ്പോ. പോയി നോക്ക്. റൗണ്ടി കറങ്ങ്. ഇതുവഴി പോ. നീ വാ. അയ്യോ, കൊക്കേന്ന് കയറി വരുന്നതാ. എന്റെ പ്രശ്നമാണോ? കുഞ്ഞു സൈക്കിളല്ലേ, എന്ത് രസമാണ് നോക്കി. എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോലോ. നമുക്ക് ഇതുപോലത്തെ ഇന്ത്യയിൽ ഒരു 3-4 മേടിച്ചോണ്ട് പോകണം കേട്ടോ. 1 2 3. ഭയങ്കര അഞ്ജലി ഉണ്ടാക്കിയ സൗണ്ടാണ് വേറെ. എന്താ അടിച്ചോ? ഇത് അങ്ങനെ ഇരുട്ടി തുടങ്ങി ഗൈസ്. വെരി നൈസ് പ്ലേസ്. നല്ല രസമുണ്ട്. നോക്കി അങ്ങോട്ട് നോക്കി.
അങ്ങനെ നടന്ന് ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം ഞങ്ങള് വേറൊരു സൈഡിലാണ് പാർക്ക് ചെയ്തത്. കുന്നും മലയൊക്കെ കയറി ഞങ്ങളിങ്ങനെ ഞങ്ങളൊരു അമ്മച്ചോട് ചോദിച്ചപ്പോഴത്തേക്കും അവര് 3 മിനിറ്റ്സ് ആണിങ്ങനെ. നമ്മുടെ നാട്ടിലെ കല്ലാറൊക്കെ പോലെ ഉണ്ട്. ഇതാ ഒരു ടീം ഫിഷിങ് പരിപാടിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിയ അവിടെ അല്ല അതായത് നമ്മൾ പാർക്കിംഗ് നോക്കി വന്നതാണേ. പാർക്കിംഗ് നോക്കി സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പാർക്കിംഗ് അല്ലാന്ന് മനസ്സിലായി. ഇനി നമ്മൾ മേപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം അരമണിക്കൂർ 45 മിനിറ്റ് നമ്മൾ കാട്ടിക്കൂടെ വീട് നടക്കണം. അത് ഇരുട്ടായി. അതാണ് നല്ല തണുപ്പായല്ലേ. അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. അമ്മു നടന്ന് ബഹളം വെച്ചോണ്ടിരിക്കും. അമ്മു പേടിയാവുന്നുണ്ടോ? പുലിയല്ല, പുപ്പുലി. എന്തായാലും അടിപൊളി ട്രിപ്പായിട്ടോ. നമ്മൾ വിചാരിക്കാത്ത ഒരു യാത്രയായിരുന്നല്ലേ. ക്യാമറ സ്ട്രേറ്റ് ആക്കി. എൻ്റെ ക്യാമറയുടെ ലൈറ്റ് ആണുള്ളത്. ഇവിടെയാണ് നമ്മൾ കുറേ നേരത്തും പോകുന്ന സ്ഥലം. Yeah, we are going to straight. നമ്മ ഇപ്പോ മിസ്സിംഗ് ആകും. അല്ല, നമ്മളിപ്പോ ലോസ്റ്റ് ആകും. ഇതുപോലെ തന്നെ നമ്മള് ടോബർമോറി കഴിഞ്ഞ വർഷം ചുമ്മാ അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ. പക്ഷെ അന്ന് ഇത്രയും പേര് നമ്മൾ കുറേ പേരുണ്ടെങ്കിലും ആ ലാസ്റ്റ് സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. നമ്മുടെ കൂടെ വേറെ 2-3 ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ അവർ കുറച്ച് ഫാസ്റ്റായിട്ട് പോയി. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? അതെ. ആക്ച്വലി ഇവിടെ യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് അങ്ങനെ ഒരു സംഭവം തന്നിരിക്കുന്നത്. ഒരുപാട് ട്രെയിൽസ് ഉണ്ട്. അതുമല്ല ഇവിടെയാണ് നമ്മൾ നടക്കണ സ്ട്രൈറ്റ് ആണോ ഇരുട്ടത്ത് അറിയാൻ പറ്റുന്നത്? അല്ല, അറിയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ് ഒക്കെ വന്ന് നിന്ന സ്ഥലമാണ്. നമ്മളത് അവിടെ വന്ന് നിന്നല്ലേ. അതൊരു പോയിന്റ് ആണ്. അത് അവിടെ നമ്മളൊരു ആനയെ ഇപ്പൊ കണ്ടു. ആ ആന നമ്മളെ ഓടിച്ചു അല്പം. മീനു ഇതാ പേടിച്ച് വിറച്ച് നിൽക്കും. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിരിക്കുവാണ്. നമ്മൾ ഒരു 3-4 മിനിറ്റിനകത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നതാണ്. എത്തില്ലേ ഗൈഡ്? പക്ഷെ നല്ല യാത്രയായിരുന്നു. കാര്യം ശരീരം ഒന്ന് അനങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി ഇങ്ങനൊരു നല്ലൊരു അന്നനട നടന്നിട്ട്. എന്തായാലും നന്നായി. അതെ. ഓ അതെ, നമ്മള് പോയത് വേറെ വഴി കൂടെ, വന്നത് വേറെ വഴി കൂടെ. പിന്നെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പരിപാടി ഗംഭീരായിരുന്നു. പരിപാടി. നമ്മളിപ്പം A to B ആണ് നടന്നത്. അപ്പൊ ബിയില് പാർക്ക് ചെയ്തിട്ട് വേറൊരു കപ്പിൾ നടന്നു. പകുതി വഴിക്ക് വെച്ച് ലോസ്റ്റ് ആയി പോയി. അവർക്ക് തിരിച്ചു അഞ്ജലിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചു ഈ വഴിയാണോ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അല്ല, നിങ്ങൾ വന്നത് ആ വഴിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകാൻ പറഞ്ഞു. അവർ തിരിച്ചു പോയിട്ട് പകുതി എത്തിയതും പിന്നെ ഫാസ്റ്റായിട്ട് തിരിച്ച്. ഞാൻ നോക്കിയപ്പോൾ സൈക്കിളിൽ ആരോ വരുന്നത് പോലെ ടോർച്ച് അടിച്ചിട്ട് നോക്കുമ്പോൾ ഇവർ ഓടി വരുക. അങ്ങനെ നമ്മളെ കൂടെ ഇന്ന് വന്നു. വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് അവരെ വീട്ടിൽ കൊണ്ടാക്കാന്നോ? അപ്പൊ അങ്ങനെ ആക്ച്വലി അവര് താഴെ വന്നു, നമ്മുടെ കൂടെ വന്നു. അപ്പോൾ വളരെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് സംഭവം അവരുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവര് ഊബർ നോക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുത്തെ ചോദിക്കാം, ഒന്ന് ഹെൽപ്പ് ചെയ്യാം, പാവല്ലേ. ഗൈസ് നമ്മൾ അവരെ പിക്ക് ചെയ്ത് നമ്മളിതാ അവരുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ ഒരു സഹായം നമ്മളെ മലയാളികളായ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നോർത്ത് ഇന്ത്യൻ ആണല്ലേ?
ഓക്കെ. ഇനി എന്തായാലും ഇന്ത്യക്കാർക്ക് സഹായം ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇനി ഹക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അതെ, അമ്മ എവിടെ? അമ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. അതെ, നമുക്ക് വീഡിയോ ഫുഡ് കഴിച്ച് ക്ലോസ് ചെയ്യാന്നാണോ അതോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാന്നാണോ? ഫുഡ് കാണിക്കാം നമുക്ക്. ഫുഡ് കാണിക്കാല്ലേ നമ്മൾ എന്താ കഴിക്കുന്നതെന്നുള്ളത്. സ്പെഷ്യൽ. അതെ അതെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഒരു ഹക്ക ഫുഡ് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ നൂഡിൽസും ചിക്കൻ ചില്ലിയും സൂപ്പൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ്. സൂപ്പ് ഓർഡർ பண்ணுന്നുണ്ട് റെഡ് കളറിലെ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൂപ്പ് വന്നിട്ടുണ്ട്. ഓ റൈസ് കുക്കറാണ് നമ്മൾ പറഞ്ഞു ഈ സാധനം പറഞ്ഞു. ഏതാ? ഇതാണ്. റൈസ് കുക്കർ ഇത് പ്രോൺസ് ഒക്കെ ഇട്ടൊരു തായ് അല്ലേ ഇത്? തായ് സൂപ്പ്. രസം പോലെ നമ്മുടെ നാട്ടിലെ രസം. നമ്മുടെ നാട്ടിലെ രസം. രസത്തില് കൊഞ്ചിട്ടതുപോലെ. തായില് തേങ്ങാപ്പാലല്ലേ? ഏത് ഇഷ്ടപ്പെട്ടു? ചിക്കൻ ഹോട്ട് ആൻഡ് സോൾ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടും നൈസാണ്. പ്രത്യേകം. ഫസ്റ്റ് വൺ റേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇത് വേറെ ചെയ്യുന്നത്. ഫുഡ് വന്നു കഴിഞ്ഞല്ലോ. ഫസ്റ്റ് കൊണ്ടുവന്നത് അമ്മുന്റെ ഫുഡ് നമ്മളെല്ലാരും കൂടെ കഴിക്കുമല്ലേ? ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അടിപൊളിയായിരുന്നല്ലേ യാത്ര? കറക്റ്റ് അടിപൊളി ഫുഡും ആയിരുന്നു. സൂപ്പറായിരുന്നു. അമ്മൂന് ഇഷ്ടപ്പെട്ട ഫുഡ്? ആ, അമ്മൂനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രക്കിങ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു നമ്മൾ ഇന്ന് നടത്തിയത്. അതെല്ലാം അതെ അതെ അതെ. എന്തായാലും വൻ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അടുത്ത യാത്ര ഇനിയിപ്പോൾ ഉടനെ ഉണ്ട്. നമ്മളെന്താണ് പോകുന്നത്? അടുത്ത മാസം. അതെ, അതും ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും